നമ്മുടെ പുറകെ ചില പേഷ്യൻ്റോ ബൈസ്റ്റാൻഡറോ നടക്കും. ഈ ലാബ് റിസൾട്ട് വന്നോ സിസ്റ്ററെ? എന്തായി റിസൾട്ട്? അത് ഡോക്ടറെ കാണിച്ചിട്ടേ തരാൻ പറ്റൂ. ഡോക്ടർ വരട്ടെ. ആരാ നമ്മളോട് പറഞ്ഞേ ഡോക്ടറെ കാണിച്ചിട്ടേ പേഷ്യൻ്റ് അത് കാണാവൂന്ന്? ആ ലാബ് റിസൾട്ടിൻ്റെ പരമാധികാരി ലാബിലിരുന്നത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റിംഗ് ഡോക്ടർ വൺ ഓഫ് ദ കസ്റ്റമർ അതിൻ്റെ അതുപോലെ ഒരു റൈറ്റാണ് അദ്ദേഹത്തിനുള്ളത്. ആ റിസൾട്ട് അപ്രൂവ് ചെയ്യേണ്ട ആൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് അത് കാണാനും മനസ്സിലാക്കാനുമുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന നഴ്സിംഗ് കെയർ പ്ലാനും ഡോക്ടേഴ്സ് കെയർ പ്ലാനും ഒക്കെ അവർക്കറിയാനുള്ള റൈറ്റ് ഉണ്ട്. സോ നമ്മുടെ പേഷ്യൻസിൻ്റെ റൈറ്റ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്യുകയും അവൈലബിൾ ആക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ് ആക്സസ് ടു ദെയർ ക്ലിനിക്കൽ റെക്കോർഡ്സ്. അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സിൽ അവർക്ക് ആക്സസ് വേണമെന്നത് ഗ്രേപ്സിൽ ഇത് ഓപ്ഷണലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ജി ഹെൽത്തിൽ ആ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം എനേബിൾ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് പേഷ്യൻ്റെ റൈറ്റാണ്. നിയമപരമായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റിക്വയർമെൻറ്റ്സിനകത്ത് കൃത്യമായി പറയുന്നതാണ് പേഷ്യൻസിന് അവരുടെ ഇനി ആഭ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആഭ ഐ ഡി പേഷ്യൻ്റ് എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അത് അപ്ലോഡ് ചെയ്യപ്പെടണം. അവർക്ക് മറ്റൊരു കൺസൾട്ടൻറ്റിന് അവരുടെ QR കോഡ് റീഡ് ചെയ്യാൻ കൊടുത്താൽ ആ കൺസൾട്ടൻറ്റിന് അത് കാണാൻ പറ്റണം. സോ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ വരുമ്പോൾ കമ്പൽസറി ആകാൻ പോകുന്നു. ഇന്ന് നമ്മൾ ഒളിച്ചു വച്ചിരിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് PRE 2J പറയുന്നത്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ് ആക്സസ് ടു ദെയർ ക്ലിനിക്കൽ റെക്കോർഡ്സ്. വളരെ കൊച്ചൊരു കാര്യമാണ്. നമ്മുടെ ക്ലിനിക്കൽ റെക്കോർഡ്സ് പേഷ്യൻറ്റിന് കാണാനുള്ള അവകാശമുണ്ട്.